എല്ലാവർക്കും നമസ്തേ. യുക്യാൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ? കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 1989 നവംബർ 12 രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനനം. 2024 നവംബർ 23 മുതൽ പാലക്കാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗമാണ് രാഹുൽ. 2025 ഓഗസ്റ്റ് 21 വരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസ്, KSU സംഘടനകളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, KSUവിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കരസേനയിലെ ഓഫീസറായിരുന്ന S. രാജേന്ദ്രക്കുറുപ്പിൻ്റെയും ബീനയുടെയും ഇളയ മകനായി 1989 നവംബർ 12 പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ മുണ്ടപ്പള്ളി ആറ്റുവിളാകത്ത് വീട്ടിലാണ് രാഹുൽ ജനിച്ചത്. രജനി മൂത്ത സഹോദരിയാണ്. അടൂർ തപോവൻ സ്കൂൾ, പന്തളം സെൻറ് ജോൺസ് പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ രാഹുൽ പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ നിന്ന് ബിരുദവും ഡൽഹി സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. നിലവിൽ കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ ഗവേഷക വിദ്യാർത്ഥിയാണ്. കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ 2006 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSUവിൽ അംഗമായതോടെയാണ് രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ പ്രവർത്തിച്ച് സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ പ്രധാന വക്താവായി ഉയർന്ന രാഹുൽ 2023 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചതിനെ തുടർന്ന് നിയമസഭാംഗത്വം രാജിവെച്ചപ്പോൾ 2024 നവംബർ 20 നടന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുറമെ രാഹുൽ വിവിധ ബിസിനസ് സംരംഭങ്ങളിലും പങ്കാളിയാണ്. പുരുഷന്മാർക്കുള്ള ഒരു ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടുള്ള ഇദ്ദേഹത്തിന് ഒരു മെഡിക്കൽ ഷോപ്പിലും കുട്ടികളുടെ വസ്ത്രശാലയിലും പങ്കാളിത്തമുണ്ട്. ഒരു മിൽമ ഏജൻസിയും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നു. 2025 ഓഗസ്റ്റ് 21 മലയാള നടി റിനി ആൻഡ് ജോർജ് ഒരു യുവ രാഷ്ട്രീയക്കാരൻ തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്ന് ആരോപിച്ചതിനെ തുടർന്ന് രാഹുൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ആരോപണങ്ങൾ നിഷേധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുകയാണ്. നിലവിൽ തെളിവുകളോടുകൂടിയ യാതൊരു പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം.